ഓം നമോ ഭഗവതേ വാസുദേവായ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഹൈന്ദവ സംസ്കാരം എന്ന ചൈതന്യ സ്വഭാവ ഗുണത്തെ തൻ്റെ നാട്ടിൽ നിന്നും അന്യനാട്ടിലെത്തിയെങ്കിൽ പോലും അത് അറിയണമെന്നും മനസ്സിലാക്കി കൃത്യമായി ആചരിക്കണമെന്നും വരുന്നൊരു തലമുറയിലേക്ക് അത് കൃത്യമായി പകർന്നു കൊടുക്കണമെന്നും അത് പിന്തുടരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഗുണമുണ്ടാകുക എന്നുള്ളത് പൂർവപുണ്യ സുഹൃതം എന്ന് തന്നെ പറയാം. അങ്ങനെ പൂർവപുണ്യ സുഹൃതികളായിരിക്കുന്ന ഒരു പറ്റം നല്ല കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കേരള ഹിന്ദു സൊസൈറ്റി ബെൻഡിഗോ എന്ന സ്ഥലത്ത് ഉള്ളത്. ബെൻഡിഗോയിലെ ഏകദേശം 50-ലധികം കുടുംബങ്ങൾ കഴിഞ്ഞ 7 വർഷക്കാലത്തിലധികമായി രാമായണ മാസാചരണം മുതൽ എല്ലാ ഉത്സവാദി കാര്യങ്ങളും വളരെ കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ആചരിക്കുന്നവരാണ്. ഏകത എന്നൊരു കുട്ടികളുടേതായിരിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയുണ്ട് അതിലെന്ന് അറിയാൻ സാധിച്ചു. കാരണം വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ട വിധത്തിലുള്ള സ്ഥലവും സൗകര്യവും സാഹചര്യവും അതിനു വേണ്ടുന്ന ഒരു തണലും കൊടുക്കുക എന്നുള്ളത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത ബോധത്തെ അറിഞ്ഞ് മനസ്സിലാക്കി വേണ്ട വിധത്തിൽ ചെയ്യുന്ന ഒരു പറ്റം നല്ല അമ്മമാരുടെ കൂട്ടായ്മയും അതിലുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ അത് ഏത് മാർഗത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ആചരണത്തോടു കൂടി ചരിക്കപ്പെടേണ്ടത് എന്ന് ചിന്തിക്കപ്പെടുന്നതും നിശ്ചയിക്കപ്പെടുന്നതും ശരിക്കും അമ്മമാര് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു പറ്റം നല്ല അമ്മമാരുടെയും കുറെ സഹോദരന്മാരുടെയും കുട്ടികളുടെയും എല്ലാം കൂട്ടായ പ്രവർത്തനത്തിന്റെ ബലമാണ് ബെൻഡിഗോയിലുള്ള കേരള ഹിന്ദു സൊസൈറ്റി എന്ന് പറയും. ഈ വർഷം അവിടെ രാമായണ മാസാചരണത്തിന്റെ സമാപനം 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി, അതായത് ചിങ്ങമാസം 1-ാം തീയതി അവർ അവിടെ ആചരിക്കുകയാണ്. ഓസ്ട്രേലിയ മാഞ്ചസ്റ്റർ യൂണിറ്റി ഹാളിൽ വൈകിട്ട് 6:30 സമാരംഭിക്കപ്പെടുന്ന സമാപന സമ്മേളനം. ആ സമാപന സത്സംഗത്തില് നല്ലവരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളും പങ്കെടുക്കണം. എന്തുകൊണ്ടാണ് ചിങ്ങമാസം 1-ാം തീയതി കർക്കിടകത്തിന്റെ സമാപനമാക്കിയത് എന്ന് ഒരു നല്ല ചിന്ത അതിലുണ്ട് എന്നുള്ളതാണ്. തീരുമ്പോഴല്ലേ, കർക്കിടകം തീരുന്ന അന്നല്ലേ ചെയ്യേണ്ടത് എന്ന് സ്വാഭാവികമായും ചിന്തിക്കും. പക്ഷെ രാമായണത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് വരുന്ന ഒരു വർഷം, അതായത് ചിങ്ങമാസം എന്ന് പറയുന്നത് ഒരു പുതുവർഷം ആരംഭിക്കുകയാണ്. 1200-ാം ആണ്ട് എന്ന കൊല്ലവർഷം ആരംഭിക്കുകയാണ്. അപ്പൊ പുതുവർഷം സമാരംഭിക്കപ്പെടുമ്പോൾ രാമായണം എന്ന രാവു മായുവാനുള്ള രാമന്റെ അയനമായിരിക്കുന്ന ചൈതന്യ ഗുണത്തെ തൻ്റെ കുടുംബത്തിലും തൻ്റെ ജീവിതത്തിലുമെല്ലാം അത് കൃത്യമായി അതിൻ്റെ പ്രഭാപൂരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പറ്റം നല്ല ആൾക്കാരുടെ തീരുമാനമായിരുന്നു ചിങ്ങമാസം 1 എന്നുള്ളത്. എന്തുകൊണ്ടും ഏറ്റവും ഉചിതമായിരിക്കുന്ന ഒരു തുടക്കമാണ് ഈ രാമായണ മാസാചരണത്തിന്റെ ഒടുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുടക്കം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ. കാരണം അനവധി പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ബെൻഡിഗോയിലെ ഈ സംഘടന, ഹിന്ദു സൊസൈറ്റി എന്ന ഈ സംഘടന. അതിന്റെ വിശദമായിരിക്കുന്ന വിവരങ്ങളെല്ലാം പിന്നീട് പുറകാലെ വരുന്നുണ്ട്. അവരുടെ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ഉണ്ട്, വളരെ കൃത്യമായി തന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി സമൂഹത്തിലെ അറിയിക്കുന്ന രീതിയിൽ തന്നെ. ഇതൊരു വലിയ മാതൃകാപരമായിരിക്കുന്ന ഒരു രീതികളാണ്. കേരളം വിട്ട്
വിദേശത്തേക്ക് പോകുന്ന ഓരോ ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഇനി ബെൻഡിഗോ സാക്ഷ്യം വഹിക്കാനായി പോകുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് ഈ രാമായണ മാസാചരണത്തിന്റെ സമാപന സത്സംഗത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിന്റെ ഭാഗമാകുവാൻ ബെൻഡിഗോയിലുള്ള എല്ലാ അംഗങ്ങളെയും, കുടുംബ അംഗങ്ങളെയും ഭക്തി ആദരപൂർവ്വം അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഒരു സമാപനത്തിൽ അതിന്റെ ഒരു ഭാഗമാകുവാൻ മെൽബണിൽ നിന്നും എനിക്ക് അവിടേക്ക് പോകാൻ സാധിക്കപ്പെട്ടത് വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം ഓസ്ട്രേലിയയിലുള്ള ഹൈന്ദവ സംഘടനകളെല്ലാം പരസ്പരം നല്ല സഹകരണത്തിലുള്ളതാണ് എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കപ്പെട്ടു. എല്ലാവരും ഒന്നാണ്. ഏകമേവം അദ്വിതീയ സദ്ബ്രഹ്മ. എല്ലാം പല വിധത്തിലാണെങ്കിൽ പോലും ഒന്നു തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധ തത്വത്തെ അനുവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തന രീതികളാണ് ഓസ്ട്രേലിയയിലുള്ളത്. അത് അനവധി സ്ഥലങ്ങളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകളും ഇനിയുമുണ്ട്. അപ്പൊ എല്ലാ വിധത്തിലും ഇതൊരു വലിയ സന്തോഷകരമായിരിക്കുന്ന ഒരു വലിയ നിമിഷമാണ്. ഇതിന്റെ ഭാഗമാകുവാൻ കേരള ഹിന്ദു സൊസൈറ്റി ബെൻഡിഗോയിലുള്ള എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെയും കൂടി ഇതിന് ക്ഷണിച്ചു വരുത്തുക. കാരണം എല്ലാവരും ചേർന്ന് നിൽക്കട്ടെ. സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നില്ല, ആ സംഘടനയുടെ ഒരു വലിയ സങ്കല്പം സമൂഹത്തിന് ഒരു താങ്ങായി തണലായി മാറുവാൻ ഇതിലൂടെ സാധിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഒട്ടനവധി എൻ്റെ നല്ല സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവരെ ഒരിക്കൽ കൂടി കാണുവാനുള്ള ഭാഗ്യവും ഇതിലൂടെയുണ്ട്. അവിടുത്തെ ഒരു പറ്റം നല്ല കുടുംബങ്ങളെ പരിചയപ്പെടുവാനും അവരുടെ കുടുംബത്തിലെ ഒരംഗമായി മാറുവാനും ഇതിലൂടെ സാധിക്കപ്പെടട്ടെ. അതിന് എല്ലാവിധമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്ക് എന്നും എപ്പോഴും നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ബെൻഡിഗോയിലെ പ്രോഗ്രാമിൽ വെച്ച് തീർച്ചയായിട്ടും കാണണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.